എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം സെലിബ്രേഷന്റെ തിരക്ക് തന്നെയാണ്. ഇന്നലത്തെ വീഡിയോയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങള്. അപ്പൊ അതിനുള്ള ഇതല്ലേ, ഇത് കോവയ്ക്ക മെഴുക്കുവരട്ടി എന്ന് പറയും, പെരിന്ന് പറയും, പല രീതിയിൽ പറയും. അപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ഇട്ടോ, കുഴപ്പമില്ല, കാണാം, അറിയാലോ. അതുപോലെ തന്നെ കാത്തുമോൾക്ക് കൊണ്ടുപോകാനുള്ള എലിശ്ശേരി കേട്ടത് ഇന്നലെ പറഞ്ഞത് നമ്മൾ വീഡിയോയില്. ഇതാണ് എലിശ്ശേരി, സ്കൂളിലേക്ക് ഓണസദ്യക്ക് കൊണ്ടുപോകാനുള്ള എലിശ്ശേരി ഉണ്ടാക്കിയതാണ്. അപ്പൊ കാലത്ത് തന്നെ എഴുന്നേറ്റ് ഇതൊക്കെയായിരുന്നു പരിപാടികള്. എലിശ്ശേരി ഞാൻ അന്ന് കാലത്ത് 6 മണിക്ക് മുല്ലപ്പൂ വാങ്ങാൻ പോയി. യുദ്ധം. അപ്പൊ കാലത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂ വാങ്ങാൻ പോയി. അരിയൊക്കെ അടുപ്പത്തിട്ട് ഞാൻ നേരെ പോയി. അപ്പോഴേക്കും എനിക്ക് ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചോണം 150 രൂപ, ഒരു മുഴത്തിന് 100 രൂപ. ഒരു മുഴത്തിന് 100 രൂപ കുറഞ്ഞതാന്ന് ആള് പറയാനോട്. ഇന്നലെ വില ഇതിലും കൂടുതലായിരുന്നു, ഒരു മുഴത്തിന് 150 ആയിരുന്നു. ഞാൻ പറഞ്ഞു ശരി ചേട്ടാ. ഇന്നിപ്പോ ഞാൻ പോയപ്പോ എന്തോ ആൾക്കാർ അവിടെ കാലത്ത് ഇന്നലെ കിട്ടാത്തവരൊക്കെ 150 രൂപ ഒരു 1.5 മുഴത്തിന് 100 രൂപ ഒരു മുഴം. എന്നിട്ട് അത് വാങ്ങിച്ച് ഞാൻ വേഗം പോന്നു. ഞെട്ടിട്ട് 100 രൂപ ഒരു ഇത്ര മൂന്ന് സാധനം. വേറൊരു ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു അപ്പുറത്ത്, ഇത്തിരി പ്രായമുള്ള ചേട്ടൻ. ആള് ഇങ്ങനെ കാണിച്ചു എന്റെ ബാക്കിൽ നിന്നിട്ട് രക്ഷണ കാണിച്ചത്. അപ്പൊ ആള് കട്ട് ചെയ്യാൻ പോയപ്പോ ഒരു മിനിറ്റ് ഇത് എത്ര രൂപ ചേട്ടാ 100 രൂപ പറഞ്ഞപ്പോ ആള് ഇങ്ങനെ നിന്ന് കുറച്ചേരം. എന്നിട്ട് ഞാൻ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ആള് കുറച്ചേരം ആലോചിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് ആള് വീണ്ടും അത് ചേട്ടാ എടുക്ക്. ആളെടുത്തു. ആളെ മോഹം ശരിക്കും പോയി നോക്കുന്നു. 100 രൂപ ആന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ചു. എന്തെന്നാ പറയാ 100 രൂപ. അവള് ഇന്ന് കാലത്ത് തന്നെ എന്റെ എല്ലാം റെഡി ആവാൻ പോകണ്ടട്ടാ, കുളിക്കാൻ കയറിയിട്ട്. അപ്പൊ ഇന്ന് നേരത്തോടെ പരിപാടികള് എലിശ്ശേരി റെഡി ആയിട്ട് ഇനി അതൊന്ന് ചൂടാറിട്ടോണ്ട് ഒരു പാത്രത്തിലേക്ക് പാർത്താനായിട്ടല്ലേ. പിന്നെ എന്നിട്ട് പരിപാടി. പിന്നെ നമ്മുടെ കേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുത്തല്ലോ നമുക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടാണെങ്കിൽ പറഞ്ഞോളൂ. ഇനി നല്ല നല്ല കേക്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഓർഡർ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തരും കേട്ടാ. കേക്ക് അടിപൊളിയായിട്ടില്ലേ? ഇതാണ് കേക്ക് കേട്ടാ, കൂടെ കമ്മണ കേക്ക്. അപ്പൊ അതെനിക്കെന്നെ വെച്ചോ. അപ്പൊ ശക്തമായി നമ്മള് സത്യം പറഞ്ഞ 3 മീൻ വറുത്തുണ്ട്. അപ്പൊ ഞാൻ പറയേ ആ മീൻ വറുത്ത് ഞാൻ കൊണ്ടുപോകാം. ഞങ്ങള് 3 പേരുണ്ട് ചോറിനാനായിട്ട് ഒരുമിച്ച്. അപ്പൊ 3 മീൻ ഞാൻ കൊണ്ടുപോകാം. ഈ കോവയ്ക്ക് കൊണ്ടുപോകാനും അതിന് കുറച്ച് ശരിയാണെങ്കിൽ മാറ്റി അത് കൂട്ടി കഴിച്ചോളാൻ പറഞ്ഞപ്പോ അവള് സമ്മതിക്കില്ല. എന്താ ചെയ്യാ, പോട്ടെ സാറില്ല, വേറെത്തൊന്നും എറിഞ്ഞു നോക്കിയതാ, കൊണ്ടില്ല, രക്ഷയില്ല. അപ്പൊ ഇന്നത്തെ കാര്യം അപ്പൊ ഓക്കെയല്ലേ ശരി കൊണ്ട് എന്താ ചെയ്യാ, നല്ല കറി ഉണ്ടാക്കിയ റെഡിയാക്കി വിടാം. അവളെ അടിപൊളിയാക്കി സുന്ദരിക്ക് വിടണം. മുല്ലപ്പൊക്കെ ചോദിച്ച് നല്ല ഗ്ലാമറായിട്ട്. അപ്പൊ കാത്തുന്റെ ഇത് ആവുമ്പോ കാണിച്ചു തരട്ടാ. കാത്തു കുളിക്കാൻ കയറണം. അപ്പൊ അവളുടെ മേക്കപ്പ് ഒന്ന് കാണിച്ചു തരാം. മേക്കപ്പ് ഒന്നുമില്ല പ്രത്യേകിച്ച്. ഓണത്തിനോടനുബന്ധിച്ചുള്ള ഒരു ഡ്രസ്സ് ഇന്നലെ വാങ്ങിയ കറുത്തുകളെ ഇപ്പൊ അവിടേക്ക്. അപ്പൊ അങ്ങനെയാണ് കാത്തു കുളി കഴിഞ്ഞേ. ഡ്രസ് മാറി റെഡി ആവും. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പാടം കേട്ടോ, അടിപൊളി സാധനം. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെറിയ ഷോട്ട് ഇട്ടുണ്ടായിരുന്നില്ല. ഓണം സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള മേക്കപ്പ് ഇവിടെ 150 രൂപ മുല്ലപ്പൂ ഇരിക്കണ തലയില്. കണ്ടാ എന്താല്ലേ വില. ഷോ ഒന്നും അറിയണ്ടായിരുന്നില്ല ആദ്യം. സെലിബ്രേഷൻ പോയത് എങ്ങനെയാ, സെലിബ്രേഷൻ തന്നെ എന്താ കാത്തോ
150 രൂപ. വേണ്ട. ആ നല്ല അടിപൊളി മുല്ലപ്പൂ ഏറ്റവും നല്ലതാന്നുണ്ടാ. കാത്തുന്റെ ഉടുപ്പ് കണ്ടില്ലേ? ഉടുപ്പ് ഇട്ടിട്ടില്ല. ജാക്കറ്റ് പാവാട വേറെ, പാവാട ഇട്ടിട്ടില്ല. ഏത് സന്തോഷത്തിലുണ്ടാള്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ഭയങ്കര ഇൻട്രസ്റ്റാ. നേരത്തെ 7 മണിയാവും റെഡി ആയാള്. കുളിയൊക്കെ പൂക്കളൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഫ്രണ്ടില്. കാണിച്ചു വേണ്ടാ കാത്തോട്ട പൂക്കളം എങ്ങനെയുണ്ട്? എല്ലാ ദിവസം കാലത്താള് ഇവിടെ പൂവൊക്കെ പറിച്ചോളുന്നുണ്ട്. കാത്തോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിട്ടുണ്ട്? ഇതൊന്നും ഇണ്ടാട്ടോ, വെറുതെ ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങൾ വെച്ച് തയ്ക്കുന്നത് ക്രാവിന്റെ മുഖത്ത്. ഇതിനോടൊക്കെ നിങ്ങൾക്ക് യോജിപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ലാത്ത ആളട്ടെ ഞാൻ ഈ വക മേക്കപ്പിനോട്. ആദ്യം പോയെടുത്തത് സെലിബ്രേഷൻ മേക്കപ്പ് ഉണ്ടാക്കണം. മാല ഇതിനോട്ടോ മാല കാത്തുണ്ടാക്കിയ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളാം. അല്ല കാത്തുന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടാ. അല്ലേ കാത്തു സുന്ദരിയായില്ലേ? സുന്ദരിമണിയായി. പെട്ടേ പൊട്ടൂത്തല്ലേടാ പോലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. കണ്ടാ ഇതൊക്കെയാണ് ഇന്നലെ നമ്മൾ വാങ്ങിച്ച കമ്മല്. കാണാ നന്നായിട്ട് കേട്ടാ. വള മാല. അപ്പൊ നമ്മള് മേക്കപ്പിന്റെ ലാസ്റ്റ് സ്റ്റേജിലായി. ഇനി നേരെ സ്കൂളിൽ പോവാം. എനിക്ക് പോകാനും സമയമായി. കാത്തിന് സ്കൂളിൽ പോവും. ഞങ്ങള് രണ്ടാളും പോവും. ഇവർ രണ്ടുപേരും ഇനി ഇവിടെ സുഖമായിട്ട് അവരുടെ പേര് കിടന്നുറങ്ങുന്നത്. അപ്പൊ ഓക്കെ, വീഡിയോ അവസാനിപ്പിച്ചാലോ നമുക്ക്. കാത്തോ ഇത്രയ്ക്കുള്ള എന്തോ വിശേഷം ഉണ്ട്. അപ്പൊ കാത്തോന്റെ സെലിബ്രേഷൻ ചെറിയൊരു വീഡിയോ. ഓക്കെ ബൈ പറഞ്ഞ ബൈ ഹായ് ബൈ.